ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നയനയും നവ്യയൊക്കെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാനായിട്ട്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പം സംഭവിക്കുന്ന മറ്റൊന്നാണ്. സത്യങ്ങളൊക്കെ നമ്മുടെ ആദർശ് അറിയാണ് കേട്ടോ. പാലിൻ്റെ വിഷം ചേർത്ത് കൊടുത്തതും അതുപോലെ ദേവയാനിയുടെ കരൾ മാറ്റിവെക്കേണ്ട വന്നതും ഒക്കെ അനാമികയും രേവതിയും വേണുവും ഒക്കെ കാരണമാണെന്നുള്ള കാര്യം ആദർശ് ആട്ടിയിറക്കുവാണ് അവരെ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ വരികയാണ് കേട്ടോ വേണുവും രേവതിയും കൂടി. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോളെ, നിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ ഇങ്ങനെ എപ്പോഴും വിളിച്ച് പരാതി പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോഴേക്കും അനാമിക പറയാനാ, അതമ്മേ എന്ത് പറയാനാ, ആ നന്ദു അവൾക്കാണെങ്കിൽ SI സെലക്ഷൻ കിട്ടി. അതിൻ്റെ അഹങ്കാരം കാരണം അവൾക്ക് തീരെ വയ്യ. അവൾ ട്രെയിനിങ്ങിന് പോവാണ്. ആ വിശേഷം കൂടി അനിയെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എപ്പോഴും ഇപ്പം രണ്ടുപേരും ഫോണിൽ സംസാരമാണ്. നേരത്തെയൊക്കെ എനിക്ക് അവളോട് സംസാരിക്കുമ്പം ഞാൻ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം അവൻ അതും ഇല്ല. അവനും അവളും കൂടെ ഭയങ്കര സംസാരമാണ്. അവൾക്ക് അടുത്ത ദിവസം മുതൽ ട്രെയിനിങ്ങിന് പോകണം. അതിനു മുമ്പ് അനിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. ഇനി ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞും ഇടയ്ക്കൊക്കെ വിളിക്കാമെന്ന് അനി അവളോട് പറയുന്നു കേട്ടു. അങ്ങനെ ഇനിയും അവർ വിളിക്കുകയും സംസാരിക്കുകയും അടുക്കുകയൊക്കെ ചെയ്താൽ എൻ്റെ സ്ഥാനം ഇവിടെ ഇതിന് പുറത്തായിരിക്കും. അത് അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയണം. അപ്പോൾ വേണു പറയുന്നുണ്ട്, അറിയാം മോളെ, നീ എങ്ങനെയെങ്കിലും ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്. അച്ഛൻ എന്താ ചെയ്തിരിക്കുന്നത്? ഉള്ള കടം മുഴുവൻ വലിച്ചു വെച്ചതല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കുടുംബത്തിന് വേണ്ടിയിട്ട്? എന്നിട്ടിപ്പം ഞാൻ ഒരുത്തിനെ വളച്ചെടുക്കേണ്ടി വന്നു കടം വീട്ടാനായിട്ട്. ഇവിടെ കയറി കൂടിയിട്ട് എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. പണമാണെങ്കിലും ആവശ്യത്തിന് കിട്ടുന്നില്ല. വലിയ അനന്തപുരി തറവാടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൊത്തം ഇവിടെ നടക്കുന്നത് പ്രശ്നങ്ങളാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ വല്യമ്മയുള്ളായിരുന്നു ആകെപ്പാടെ ഒരു ആശ്വാസം. അവരും ഇപ്പം മരുമോളുടെ സൈഡിലേക്ക് ചാഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അന്ന് തന്നെ കണ്ടില്ലേ, അവരുണ്ടാക്കി വെച്ച പലഹാരം കഴിച്ചിട്ട് നമ്മുടെ എല്ലാം വയറ് കേടായത്. ഇവിടെ ഇപ്പം എന്തും ആരുണ്ടാക്കി വെച്ചാലും കഴിക്കാൻ കൂടി എനിക്ക് പേടിയാണ്. അച്ഛനെയും അമ്മയും ഓർത്തിട്ട് മാത്രമാണ് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ രേവതി പറയാണ്, ഞങ്ങൾക്കറിയാം മോളെ നിൻ്റെ അവസ്ഥ. നമ്മുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടിയാലൊരു ലോട്ടറി അല്ലേ മോളെ. നീ സഹിച്ചും ക്ഷമിച്ചൊക്കെ കുറച്ചുകൂടി. എല്ലാ അച്ഛനമ്മമാരും പറയുന്ന അതേ ഡയലോഗ് തന്നെ രണ്ടും പറഞ്ഞോണം, സഹിച്ചും ക്ഷമിച്ചും. അനാമികയെ നിങ്ങൾക്ക് ശരിക്കറിയാമല്ലോ. ആ രണ്ട് കാര്യങ്ങളും എനിക്കില്ല, സഹനവും ക്ഷമയും. അതുകൊണ്ട് എനിക്കിനി ഇവിടെ ഈ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് ഇവിടുന്ന് കുറേ പണവുമായിട്ട് സ്ഥലം വിടണം. അത്ര ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. ആ സമയത്ത് ജലജ അങ്ങോട്ട് വരികയാണ്. ജലജ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ, രേവതിയും വേണും രാവിലെ എത്തിയോ? എന്താ എന്താ അനാമിക മോക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ? അപ്പോൾ വേണു പറയണ, പിന്നെ ജലജയ്ക്ക് അറിയില്ലേ അവളുടെ കാര്യം. ആനിയാണെ അവളെ തിരിഞ്ഞു നോക്കുന്നില്ല. ആ നന്ദുവിനെ നയനെ നവിയൊക്കെ എടുത്ത് എല്ലാവരും തലയിൽ വെച്ചിരിക്കുക. എൻ്റെ മോളെ ഇവിടെ രണ്ടാം തരക്കാരിയായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. പിന്നെ അവൾക്ക് വിഷമം ഇല്ലാണ്ടാവുമോ? അവൾക്ക് വിഷമം വന്നാൽ അവൾ ഞങ്ങളെയല്ലേ വിളിച്ച് പറയുക. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പം ഉടനെ തന്നെ പറയാണ് ജലജ, അതെനിക്കറിയാം, അനാമിക മോളുടെ മനസ്സ് എനിക്കറിയാം. ഇവിടെ ഓരോരുത്തരൊക്കെ തലയിലാണ്. അനാമിക മോളുടെ അവസ്ഥ തന്നെയാണ് എൻ്റെ മോൻ അബിയുടെയും. അവനെ ഇവിടെ എല്ലാവരും തഴഞ്ഞിട്ടിരിക്കുകയാണ്. അവന് വേണ്ട അംഗീകാരവും ഒന്നും ആരും കൊടുക്കുന്നില്ല. വെറുതെ ഒരു മണ്ടനായിട്ട് പാവം അവനെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ ഒരുപോലെയാണ്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ അവളുമാരെ നമുക്ക് ഇവിടെ അടിച്ചോടിക്കാം. അപ്പോൾ വേണു പറയാണ്, അതാ ജലജയെ, ഞങ്ങൾക്കും ഒരു കൂട്ട് വേണം. അവളുമാരെ രണ്ടിനെ ഇവിടെ അടിച്ചോടിച്ചാൽ തന്നെ എൻ്റെ മോളുടെ സ്ഥാനം ഇവിടെ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ജലജ പറയാണ്, അതാണ് എനിക്കും വേണ്ടത്. എൻ്റെ മരുമോൾ ഒരുത്തി ഉണ്ടല്ലോ, അവളിപ്പം ഗർഭിണിയാണ്. ഇനി ആ കുഞ്ഞും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ അവളെ എടുത്ത് തലയിൽ വയ്ക്കും. ജീവിതകാലം മുഴുവൻ ഞാനും എൻ്റെ മോനും ഒക്കെ അവളെ സഹിക്കേണ്ടി വരും. ആ കുഞ്ഞുണ്ടാവാൻ പാടില്ല. അതാണ് എൻ്റെ ആവശ്യം. എനിക്ക് ഓർക്കാൻ വയ്യ എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആ നയനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങളും തീരും. അവളാണ് ഇവിടുത്തെ മാസ്റ്റർ ബ്രെയിൻ. എല്ലാ കാര്യങ്ങളും നേടുന്നത് ആദർശം നയനയുമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിലൊന്നും അനിയെ ആരും അടുപ്പിക്കുന്നുമില്ല. അപ്പോഴേക്കും ജലജ പറയാണ്, അനിയെ അടുപ്പിക്കാത്തൊന്നുമല്ല, ആദർശിന് അനിയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യങ്ങളിലും അവനെ അടുപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൻ അതിനോടൊന്നും താല്പര്യമില്ല.
അപ്പോൾ അനാമികയും പറയാം, ശരിയാ, അവൻ അതിനോടൊന്നും താല്പര്യമില്ല. ആ കിഴങ്ങിന് കുറേ കവിത എഴുതണം, ഇങ്ങനെ നടക്കണം എന്നേ ഉള്ളൂ. പണം ഉണ്ടാക്കണമെന്നോ ജീവിക്കണമെന്നോ ഒന്നും അവനില്ല. അപ്പോഴേക്കും വേണു പറയാണ്, അതങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, അവനത് ആഗ്രഹമില്ലേലും നമുക്കൊക്കെ ആഗ്രഹം വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജലജ പറയാണ്, അന്ന് തന്നെ ആ നയനെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ജ്വല്ലറിയിൽ ആ കളി കളിച്ചത്. പാവം അഭി ആ നെക്ലേസ് എടുത്ത് നയനയുടെ ബാഗിൽ വെച്ചതാ. പിന്നെ എങ്ങനെ അത് മാറി വന്നെന്ന് അറിയില്ല. അവിടെ ആരോ അതെടുത്ത് കളിച്ചിട്ടുണ്ട്. അപ്പം വേണു പറയാം, ശരിയാ, അവിടെ കളിച്ചിട്ടുണ്ട്, ആ പണി പാളിപ്പോയല്ലേ. അപ്പം ജലജ പറയാം, ശരിയാന്നേ, അതുകൊണ്ട് അബിക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദർശനൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് അബിയായിരിക്കും അത് ചെയ്തതെന്ന്. പല രീതിയിലും അവൻ കുത്തി അത് പറയുന്നുമുണ്ട്. ജ്വല്ലറിയിൽ ഒരു പരിപാടിയും നടക്കുകയല്ലേ ഇനി എന്ന് പറയുമ്പോൾ വേണു പറയാണ്, നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് കുറേ പണം മോഷ്ടിച്ചാലോ. അപ്പോൾ ജലജ പറയാണ്, എങ്ങനെ മോഷ്ടിക്കാനാ, മുഴുവൻ CCTV അല്ലേ, അവിടുന്ന് ഒരു സാധനവും മോഷ്ടിക്കാൻ പറ്റുകയില്ല, എല്ലാം കണക്കിപ്പെടുന്ന. അത്രയ്ക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലും ചെയ്യായിരിക്കും, പക്ഷേ ഇവിടെ ഇപ്പോൾ അതും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും വേണു പറയാണ്, എന്നാൽ പിന്നെ വീടിൻ്റെ അകത്തുനിന്ന് തന്നെ മോഷ്ടിച്ചാലോ, അനന്തപുരിയിൽ സ്വർണവും പണമൊക്കെ ഇല്ലേ. അപ്പം ജലജ പറയാണ്, അനന്തപുരിയിൽ ഒരുപാട് സ്വർണവും പണവും ഒക്കെ ഉണ്ട്, പക്ഷേ അതിലൊന്നും ഒരു ചില്ലിക്കാശ് എടുക്കാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും താക്കോല് ഏടത്തിയുടെ കയ്യിലാണ്, ദേവയാനി ഏടത്തിയുടെ കയ്യിൽ. അത് ഏടത്തി എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഇതുവരെ അതൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. അതങ്ങനെ ഓടിക്കയറി എടുത്തോണ്ട് പോകാനൊന്നും പറ്റുകയില്ല എന്ന് പറയാണ്. അപ്പം ഉടനെ രേവതി ചോദിക്കുക, ഒരുപാട് സ്വർണ്ണമൊക്കെ ഉണ്ടാവുമല്ലേ? പിന്നെ ഒരുപാട് സ്വർണ്ണമുണ്ട്. എല്ലാം പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് കൈവന്ന സ്വർണ്ണങ്ങൾ കണക്കില്ലാതെ ഉണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഓരോരോ പുതിയ ഡിസൈനും ജ്വല്ലറിയിൽ വരുമ്പോൾ അച്ഛൻ അതിൻ്റെ ഒരു മോഡൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതെല്ലാം അമ്മ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ ഏടത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ വേറെ. അങ്ങനെ ഒരുപാട് കണക്കിപ്പെടാത്ത സ്വർണം ഉണ്ട്, പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വേണു ചോദിക്കുകയാണ്, അതെങ്ങനെയാ, ലോക്കറിലാണോ? അതേന്നേ, ലോക്കറിലാണ്. ലോക്കറിൻ്റെ താക്കോല് ഏടത്തിയുടെ കയ്യിലും. പിന്നെ അതിന് കുറേ നമ്പർ കീയാണ്. അതൊക്കെ ഓപ്പൺ ചെയ്തെടുക്കാൻ നമുക്കറിയില്ല. ആകെപ്പാടെ അതൊക്കെ അറിയാവുന്നത് ഏടത്തിക്കും അതുപോലെ അച്ഛനും ആദർശിനും ഒക്കെയാണ്. വേറെ ആർക്കും അതറിയില്ല, ആരോടും അത് പറയേയില്ല. അവരുടെ കയ്യിൽ അതൊക്കെ ഭദ്രമാണെന്നുള്ള കാര്യം അച്ഛനറിയാം. അതുകൊണ്ടാണ് ഏടത്തിക്കും ആദർശിനും അതൊക്കെ കൈമാറിയിരിക്കുന്നത്. പിന്നെ അതിലൊരു തീരുമാനം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ വേണു ചോദിക്കുക, പണമൊന്നുമില്ലേ? പണമായിട്ടും ഉണ്ടെങ്കിൽ കുറേ നമുക്ക് അടിച്ചു മാറ്റായിരുന്നു. അപ്പോൾ ജലജ പറയാണ്, പണമൊക്കെ ഉണ്ട്, ഒരുപാട് പണമൊന്നും ക്യാഷായിട്ട് വീട്ടിൽ വെക്കാറില്ല, എന്നാലും അത്യാവശ്യം പണമൊക്കെ ഏടത്തിയുടെ റൂമിലുണ്ട്. പക്ഷേ അതെങ്ങനെ എടുക്കാനാണ്? ചുറ്റും ക്യാമറയല്ലേ, ഓരോ മുറിയിലേക്കും കയറുന്ന വഴിയിലെല്ലാം ക്യാമറ. പണ്ട് ഞാൻ ഇതുപോലൊരു പണി ഒപ്പിച്ചതാ. ഒരു നെക്ലേസ് എടുത്ത് ആ നവ്യയുടെ അമ്മയുടെ ബാഗിൽ വെച്ചതാ. അത് അവൾ കണ്ടുപിടിച്ചു, അത് വീഡിയോ എടുത്ത് വയ്ക്കുകയും ചെയ്തു. അത് പറഞ്ഞ് അവളിപ്പോൾ എന്നെ പേടിപ്പിക്കുന്നത്, എല്ലാവരെയും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ്. അതുപോലെ ഇനിയിപ്പോൾ ഏടത്തിയുടെ മുറിയിൽ പോയി പണം എടുക്കാൻ പോയാൽ CCTV ക്യാമറയിലെങ്ങാനും പതിഞ്ഞ എൻ്റെ കാര്യം ഈ അനന്തപുരിക്ക് പടിക്ക് പുറത്തായിരിക്കും എന്ന് പറയാണ്. അപ്പം വേണു പറയാണ്, എങ്ങനെയെങ്കിലും നമുക്കത് ചെയ്യണം. റൂമിൻ്റെ അകത്തൊന്നും ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ട് റൂമിൻ്റെ വെളിയിലല്ലേ ഉള്ളൂ. അത് കുറച്ച് സമയത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും പ്രവർത്തനരഹിതമാക്കി വെക്കണം, എന്നാൽ നമ്മുടെ കാര്യം നടക്കും. അപ്പം ജലജ പറയാണ്, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിനൊക്കെ ഒരു കഴിവുണ്ട് അബിക്ക്. അബി വിചാരിച്ചാൽ കുറച്ച് സമയം ക്യാമറ പ്രവർത്തിപ്പിക്കാതിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ വേണു പറയാണ്, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യണം. നമ്മൾ രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ച് നിന്നാൽ ഇവിടുന്ന് ആവശ്യത്തിന് സാധനം അടിച്ചു മാറ്റാം. അല്ലാതെ നേരായ മാർഗത്തിൽ ജലജയ്ക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഞങ്ങൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മുഴുവനും ആദർശും നയനയും കൂടി കൊണ്ടുപോകും. അതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അത് അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ ജലജ പറയാണ്, അതെ, ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ജലജ അങ്ങ് പോവാണ്. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അറിയിക്കാമെന്ന് ജലജ പറയുന്നുമുണ്ട്. അതിനൊക്കെ ശേഷം അനാമികയും വേണുവും രേവതിയും കൂടെ റൂമിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ആദർശ് ഓഫീസിൽ നിന്ന് വരുന്നത്. ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുത്തശ്ശി ആദർശിനോട് പറയുന്നുണ്ട്, ആ മോനെ, നീ എത്തിയോ? ഏതായാലും വന്നതല്ലേ, അനാമിക മോളുടെ അച്ഛനും അമ്മയും രാവിലെ തന്നെ വന്നിട്ടുണ്ട്.
ഇപ്പോഴും അവർ റൂമിലുണ്ട്, പോയിട്ടില്ല. ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്. അനാമിയും ഒക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിയാവല്ലോ. അനിയും മോളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. അത് കാരണം മോള് വിളിച്ചു വരുത്തിയതാ അവരെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. നീ ഒന്ന് അവരെ ചെന്ന് കണ്ട് സംസാരിക്കണം. അനിയും അനാമിക മോളും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നിനക്കും അറിയില്ലേ? അതെങ്ങനെയെങ്കിലും പരിഹരിക്കണം. അനിയുടെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീ അവരെ ഒന്ന് ചെന്ന് കാണാം ആദർശേ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി മുത്തശ്ശി, ഞാൻ സംസാരിക്കാം. അനിയുടെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ, അവിടെ ചെന്ന് ഞാൻ അവരോട് മാപ്പ് പറയണമെങ്കിൽ അങ്ങനെയും പറയാം എന്നൊക്കെ പറഞ്ഞ് ആദർശ് പോവാണ് കേട്ടോ അനാമികയുടെ റൂമിലേക്ക്. അപ്പോൾ റൂമിൻ്റെ അകത്ത് വേണുവും രേവതിയും അനാമികയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് ചെല്ലുമ്പോഴേ കേൾക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ രഹസ്യമായി പറയുന്നതാണ്. അപ്പോൾ ആദർശ് അകത്തേക്ക് കയറാതെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവർ പറയാണ്, ഇപ്പം കണ്ടില്ലേ ആ ജലജ എന്ന് പറയുന്നവർ പറയുന്നത് സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കാൻ നമുക്ക് കൂട്ടു നിൽക്കാമെന്ന്. അന്ന് അവർ പോലും അറിയാതെയല്ലേ കുറേ സ്വർണം ഇവിടുന്ന് അടിച്ചു മാറ്റിയത്. അതുപോലെ തന്നെ അന്ന് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചതും നമ്മളല്ലേ, അവരുടെ മരുമോളുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട്. അതും അവരറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ ആദർശ് അവിടെ വെളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരിയാ, അവരെല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞേ. അപ്പോൾ വേണു പറയാണ്, അതെ, അവരങ്ങനെ കൂടെ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ്. ഒന്നാമത് അനന്തപുരിയെക്കുറിച്ചും അനന്തപുരിയിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവർക്കൊരു വ്യക്തതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ ആവശ്യക്കാരിയാണ് അവരും. കൂർമ്മ ബുദ്ധിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ അനന്തപുരിക്കാർ അവർക്ക് ശത്രു തന്നെയാണ്. അങ്ങനെ അവരും നമ്മളും കൂടെ ചേർന്നാൽ ഇവിടെ പല കാര്യങ്ങളും നടക്കും. ഇനിയും അതൊക്കെ ചെയ്യണം. അനന്തപുരിയിലെ കുറേ സ്വർണവും പണവും എല്ലാം അടിച്ചു മാറ്റാനായിട്ട് അവരെ കൂടി കൂട്ടുപിടിക്കണം. അപ്പോൾ അനാമിക പറയാണ്, ആ നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധം പൊളിച്ചു കൊടുക്കണം. ആ നയനയും നവ്യയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇതിനൊക്കെ ജലജയപ്പച്ചി കൂടെ ഉണ്ടെങ്കിൽ നടക്കും കാര്യം. അപ്പോൾ രേവതി പറയാണ്, അതെ, ജലജയ്ക്ക് നമ്മുടെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ, ഏതായാലും കൊള്ളാം എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവരുടെ മകനും പോകുന്നില്ലേ കമ്പനിയിലൊക്കെ, എന്നിട്ട് അവനൊരു സ്ഥാനം പോലും ആരും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അനാമിക പറയാം, അതച്ചാ വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നുമല്ല. അവന് എന്തെങ്കിലും സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ആ കമ്പനിയെ തകർക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവനെ അടുപ്പിക്കാത്തത് എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആകട്ടെ, നമ്മുടെ കൂടെ കാര്യങ്ങൾക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ അങ്ങ് ചേർത്ത് നിർത്തിയേക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോളെ, അന്ന് നമ്മൾ പാലിൽ വിഷം ചേർത്തത് ജലജ അറിഞ്ഞിട്ടില്ല. അതൊന്നും ജലജയോട് പറയണ്ട കേട്ടോ. അവരുടെ മരുമോളുടെ കുഞ്ഞ് ഇല്ലാതാവണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. പക്ഷെ നമ്മളത് ചെയ്തിട്ട് ദേവയാനിയുടെ കരൾ പോയി എന്നുള്ള കാര്യം ആരും അറിയണ്ട. ഇനിയും ഇതുപോലുള്ള ചെറിയ പണികളൊക്കെ നമുക്ക് കൊടുക്കാം. കൊടുക്കാം. ഇപ്പോൾ പണികളെല്ലാം നമുക്കല്ലേ കിട്ടുന്നത്, നമ്മുടെ വയറല്ലേ കേടായിക്കൊണ്ടിരിക്കുന്നത്. അമ്മ കണ്ടില്ലേ. എടി മോളെ, എല്ലാം ശരിയാക്കാം. ഇത് ഈ വീട്ടിലുള്ള മറ്റ് കിഴങ്ങന്മാരൊന്നും അറിയരുത്. ജലജയുമായിട്ട് കൂടി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ 3 പേര് മാത്രമേ അറിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആദർശ് ഇത് മുഴുവൻ വെളിയിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആദർശ് പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയാണ്, എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞത്? നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, ഞെട്ടിപ്പോയി എന്ന് പറയാണ്. അപ്പോഴേക്കും അവരൊന്നും മിണ്ടുന്നില്ല. ഉടനെ വേണു പറയേ, എന്താ ആദർശ് മോനെ, ഞങ്ങൾ പറഞ്ഞത് എന്ത് കാര്യമാണ്? അനിയും അനാമികയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചിട്ടല്ലേ? അതൊന്നും അല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ടു. നിങ്ങളിവിടെ വന്ന കാലം തൊട്ട് നിങ്ങളെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അനാമികയുടെ വീട്ടുകാർ പറയുന്ന പോലെ അത്ര ക്ലിയർ ഒന്നും അല്ലെന്ന് എനിക്കറിയായിരുന്നു. വിവാഹത്തിന് മുമ്പേ ഞാനത് മനസ്സിലാക്കിയതാണ്. അതിനുശേഷം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇവിടെ വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. ഇതുവരെ ഈ അനന്തപുരി തറവാട്ടിൽ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളാണ്. സ്വർണം കളവ് പോയതും അതുപോലെ തന്നെ അവസാനം അമ്മയ്ക്ക് കരൾ മാറ്റി വെക്കേണ്ടി വന്നതും നിങ്ങളൊക്കെ കാരണങ്ങളാണ്. ദുഷ്ടക്കൂട്ടങ്ങളാണ് നിങ്ങൾ. നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ഒരു ഗർഭിണിയെയും ആ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കാൻ? എന്നിട്ട് അതുകൊണ്ട് എൻ്റെ അമ്മ, പാവം എൻ്റെ അമ്മയുടെ കരൾ മാറ്റി വെക്കേണ്ടി വന്നു. എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും ആ പാവം. നിങ്ങൾ ചെയ്ത ദുഷ്ടത്തരമല്ലേ അത്? ഇനി ഒരു നിമിഷം ഈ അനന്തപുരിയിൽ നിൽക്കാൻ അനാമികയ്ക്കോ വീട്ടുകാർക്കോ അവകാശമില്ല.
മുത്തശ്ശനോട് കാര്യങ്ങൾ പറഞ്ഞ് അനിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട. അനിയുടെ അനാമികയുടെ ബന്ധം കൂട്ടിച്ചേർക്കാമെന്ന് ഓർത്ത് വന്നവനാണ് ഞാൻ. പക്ഷെ ഞാൻ ഇന്ന് പറയാണ്, അനിയുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ അനാമിക അനിയുടെ കൂടെ ഉണ്ടാവരുത്. ഇനി ഒരിക്കലും അനിക്ക് അനാമിക ഭാര്യയായിട്ട് വേണ്ട എന്നൊക്കെ ആദർശ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേണുവും രേവതിയും അനാമികയും കൂടി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്